അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 7ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖഹിൻ്റെ 6ാമത്തെ പാഠമാണ് നാം നോക്കുന്നത്. അദ്ദർസു സാദിസ്, ഷത്റുൽ മസ്ജിദുൽ ഹറാം. ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയായി നിസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു. ഏകദേശം 16 മാസത്തോളം ബൈത്തുൽ മുഖദ്ദസായിരുന്നു ഖിബില. മദീനയിലെത്തിയ സമയം പൂർവ്വ ഖിബിലയായ കഅബ ഖിബിലയാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ആഗ്രഹിച്ചു. പിന്നീട് കഅബയെ ഖിബിലയാക്കി നിസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അങ്ങ് ആകാശത്തിലേക്ക് മുഖം തിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അങ്ങ് തൃപ്തിപ്പെടുന്ന ഒരു ഖിബിലയിലേക്ക് നാം അങ്ങയെ തിരിച്ചു തരുന്നതാണ്. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖിബില കഅബയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബക്കു നേരെ നിസ്കരിക്കാൻ ആഗ്രഹിച്ചത്. കഅബക്കു നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഖുർആൻ ഓതുക, വുളൂ ചെയ്യുക, കുളിക്കുക, അദാൻ നിർവഹിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾ കഅബക്ക് മുന്നിട്ടാണ് ചെയ്യേണ്ടത്. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ കഅബയിലേക്ക് മുന്നിടാനോ പിന്നിടാനോ പാടില്ല. കഅബക്കു നേരെ കാൽ നീട്ടിയിരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഖിബിലയുടെ ദിശ എങ്ങനെ കണ്ടെത്താം? ആദ്യകാലങ്ങളിൽ സൂര്യനെയും നക്ഷത്രങ്ങളെയും ആസ്പദമാക്കിയും കാറ്റിൻ്റെ ഗതി നോക്കിയും ഖിബിലയുടെ ദിശ മനസ്സിലാക്കിയിരുന്നു. വടക്ക് നോക്കി യന്ത്രം പോലെയുള്ള ഉപകരണങ്ങളും ദിശ അറിയാൻ നാം ഉപയോഗിക്കാറുണ്ട്. ഖിബിലയുടെ ദിശ അറിയൽ നിർബന്ധമാണ്. ഖിബിലയുടെ ദിശ അറിയാതെയുള്ള നിസ്കാരം ശരിയല്ല. നിന്ന് നിസ്കരിക്കുന്നവനും ഇരുന്ന് നിസ്കരിക്കുന്നവനും നെഞ്ചുകൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ ശരീരത്തിൻ്റെ മുൻഭാഗം കൊണ്ടും മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ മുഖം, കാൽവെള്ള എന്നിവ കൊണ്ടും ഖിബിലക്ക് മുന്നിടണം. എന്നാൽ ശത്രുവിനെയോ ജന്തുക്കളെയോ മറ്റോ ഭയന്ന് ഓടുന്ന സമയത്ത് നിർവഹിക്കുന്ന നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടൽ ഷർത്തില്ല. ഓടിക്കൊണ്ട് തന്നെ നിസ്കരിക്കാം. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബിലക്ക് മുന്നിടേണ്ടതില്ല. നടന്നും വാഹനത്തിൽ വെച്ചും സുന്നത്ത് നിസ്കരിക്കാം. നടന്ന് നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം, റുകൂഅ്, സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം എന്നിവയിൽ ഖിബിലക്ക് മുന്നിടണം. ഖിയാം, ഇഅ്തിദാൽ, അത്തഹിയ്യാത്ത്, സലാം എന്നിവയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നിട്ട് നിസ്കാരത്തിലായി നടക്കാവുന്നതാണ്. കാറ് പോലെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബിലക്ക് മുന്നിടേണ്ടതാണ്. മറ്റു റുക്നുകളിൽ ആംഗ്യം കാണിക്കുകയാണ് വേണ്ടത്. കപ്പൽ പോലെയുള്ള വാഹനമാണെങ്കിൽ എല്ലാ റുക്നുകളും ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഫർള് നിസ്കാരത്തിൽ ഖിബില ഒഴിവാക്കാൻ പാടില്ല. രോഗം കൊണ്ടോ ഖിബിലയുടെ ദിശ അറിയാത്തതുകൊണ്ടോ ഖിബിലക്ക് മുന്നിടാൻ കഴിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ദിശയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയും പിന്നീട് ആ നിസ്കാരം ഖളാ വീട്ടുകയും വേണം. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാദിസ്, ഷത്റുൽ മസ്ജിദുൽ ഹറാം. നുകമ്മിലുൽ ഖാനാത്ത്, അവിടെ കള്ളികൾ പൂരിപ്പിക്കുക. ഇവർ എങ്ങനെ ഖിബിലക്ക് മുന്നിടണം? 1. നിന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട്. 2. ഇരുന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട്. 3. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ ശരീരത്തിൻ്റെ മുൻഭാഗം കൊണ്ട്. 4. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം, കാൽവെള്ള. ഇനി നക്തുബ് ഇഖ്റ, ഒരു ഗണ്ണിക എഴുതുക. 2 ഖിബിലകൾ. ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയായി നിസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു. ഏകദേശം 16 മാസത്തോളം ബൈത്തുൽ മുഖദ്ദസായിരുന്നു ഖിബില. മദീനയിലെത്തിയ സമയം പൂർവ്വ ഖിബിലയായ കഅബ ഖിബിലയാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ആഗ്രഹിച്ചു. പിന്നീട് കഅബയെ ഖിബിലയാക്കി നിസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു.
ഇനി 2 കഅബ ഷരീഫ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഖിബില കഅബയായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബക്കു നേരെ നിസ്കരിക്കാൻ ആഗ്രഹിച്ചത് കഅബക്കു നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഇനി 3-ാമത്തെ തഖ്സീസ്. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളുണ്ടാക്കി ഉത്തരമെഴുതുക. ചോദ്യം 1. കഅബക്ക് മുന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക. ഖുർആൻ ഓതുക, വുളൂ ചെയ്യുക, കുളിക്കുക, അദാൻ നിർവഹിക്കുക. 2. ആദ്യകാലങ്ങളിൽ കിബിലയുടെ ദിശ മനസ്സിലാക്കിയിരുന്നത് എങ്ങനെ? ഉത്തരം: സൂര്യനെയും നക്ഷത്രങ്ങളെയും ആസ്പദമാക്കിയും കാറ്റിൻ്റെ ഗതി നോക്കിയും. 3. നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം ആര്? ഉത്തരം: നിന്ന് നിസ്കരിക്കുന്നവരും ഇരുന്ന് നിസ്കരിക്കുന്നവരും. 4. കിബിലക്ക് മുന്നിടൽ ഷർത്തില്ലാത്തത് ആർക്ക്? ശത്രുവിനെയോ ജന്തുക്കളെയോ മറ്റോ ഭയന്ന് ഓടുന്ന സമയത്തെ നിസ്കാരത്തിൽ. 5. ഖിബില ഒഴിവാക്കാൻ പാടില്ല ഏത് നിസ്കാരത്തിൽ? ഫർള് നിസ്കാരത്തിൽ. ഇനി വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് എങ്ങനെ ദിശ മനസ്സിലാക്കാം അന്വേഷിച്ചു കണ്ടെത്തി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.